ഹലോ ഗൈസ്, പാർട്ട് 3 ഓഫ് ഫൈൻഡ് ദ ഡെസ്റ്റിനേഷൻ ആണ്. ആൻഡ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് ദ മെയിൻ പാർട്ട് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഗൈസ്, ഫുഡില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഗൈസ്. അങ്ങനെ രാവിലെ തൊട്ട് ഉച്ച വരെ പണിയെടുത്ത് ക്ഷീണിച്ചിരുന്ന് ഞങ്ങളൊരു നല്ല റെസ്റ്റോറൻറ്റ് തപ്പിയുള്ള നടത്തമാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ നല്ലൊരു റെസ്റ്റോറൻറ്റ്, ലുക്ക് അറ്റ് ദ ബ്യൂട്ടിഫുൾ ആംബിയൻസ് ഓഫ് ദ റെസ്റ്റോറൻറ്റ് ഗൈസ്. അവരുടെ തന്നെ റെസ്റ്റോറൻറ്റിൽ തന്നെ കുറേ സെറ്റായിട്ട് ഫ്രൈഡ് ചിക്കൻ, ഷവർമ, മന്തി, കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ആൻഡ് ഇത് മന്തി എന്ന് പറയാൻ പറ്റത്തില്ല, മസ്ത് റൈസോ സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് മന്തിയുടെ ടേസ്റ്റെല്ലാം വെറൈറ്റി, നല്ല ക്രീമി, മസ്റ്റ് ട്രൈ ആയിട്ട് ഒരു തൃശ്ശൂർ സ്ഥലമൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ഫ്രൈഡ് ചിക്കൻ, അച്ഛനും അമ്മ ബട്ടർ ചിക്കൻ, പൊറോട്ട, ചേച്ചിയും ചേട്ടനും മന്തിയല്ല ഇത് വേറെന്തോ സംഭവമാണ്. അങ്ങനെ ആ പീസ് എടുത്തിട്ട് ആ ബിരിയാണി മുക്കി തിന്നിട്ട് സ്വർഗം. അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ച് വയറ് നിറഞ്ഞ് നമ്മൾ നേരെ പോയത് ഡ്രസ്സ് എടുക്കാനാണ്. അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. അങ്ങനെ നമ്മളൊരു കടയിൽ കയറി. പൊട്ട സെലക്ഷൻ കഴിച്ച് ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കയറിയതായതുകൊണ്ട് നമ്മൾ 2-3 ലെഗിൻസും എടുത്തിറങ്ങി. ആൻഡ് ലുക്ക് അറ്റ് ദിസ് പാവാട ഗൈസ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഞാൻ വാങ്ങിക്കാമെന്നൊക്കെ വെച്ചാൽ പിന്നെ എന്തിനാടാ, നമുക്ക് ഉള്ള ഭംഗിയൊക്കെ മതി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ലൊരു തുണിക്കടയിൽ കയറി. അവിടെ നമ്മൾ കുറച്ച് ബ്യൂട്ടിഫുള്ളായിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിറങ്ങിയപ്പോഴാണ് അവൾക്ക് ഈ ഡ്രസ്സ് കണ്ടിപ്പെട്ടത്. അങ്ങനെ അത് വാങ്ങിക്കാൻ രണ്ടാമത് കയറി. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ഹോസ്റ്റലിലോട്ട് നടക്കുവാണ്. കുറച്ച് ദൂരമുള്ളൂ ഹോസ്റ്റലിൽ നിന്ന്. ദൂരം വെച്ചാൽ നടന്ന് ഒരു വഴി പോലെയാണ്, അതിൻ്റെ അകത്തോട്ട് നമ്മൾ നടക്കുകയാണ്. അങ്ങനെ ഹോസ്റ്റലിൽ എത്തിയപ്പോഴാണ് ലാസ്റ്റ് വന്ന് ആ ചേച്ചിയുടെ ബാഗ് ലോക്കായി തുറക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ഇരുന്നൊക്കെ അതും തുറക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അങ്ങനെ അവസാനം അതിൻ്റെ ബ്രാൻഡ് ഏതാന്നൊക്കെ നോക്കിയിട്ട് യൂട്യൂബിൽ ഞങ്ങൾ എല്ലാവരും കൂടെ സെർച്ച് ചെയ്ത് അങ്ങനെ ഞാൻ ഒരെണ്ണം കണ്ടുപിടിച്ച് അങ്ങ് അൺലോക്കായി. എന്തൊക്കെ ചെയ്യാനാന്ന് പറയണല്ലേ എൻ്റെ ഓരോരോ ഇതേ. അങ്ങനെ അവളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമമുണ്ട്. എന്നാലും അത് പോട്ടെ, അത് വിട്ടേക്ക്. എന്നാലും ചെറിയൊരു സന്തോഷമുണ്ട്, അത് പോട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് നല്ല സൂപ്പറായിട്ട് കഴിച്ചുകൊണ്ടും നല്ല തണുത്ത കാറ്റടിക്കുന്നതുകൊണ്ടും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കിറങ്ങിയിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ അമ്മയുടെ മേത്തോട്ട് ചെറുതായിട്ടൊന്ന് കിടന്നു. അങ്ങനെ ചേട്ടനും അച്ഛനും കൂടെ ഭയങ്കര സംസാരിച്ച് വണ്ടിയൊക്കെ ഓടിക്കുന്നു. ഞാനും അമ്മയും ചെറുതായിട്ട് ഉറക്കപ്പിച്ചൊക്കെ ഇരിക്കുന്നു. അങ്ങനെ പിന്നെയും വരുമെന്നപ്പം ഞാൻ ആ ഷോളിട്ട് അങ്ങ് മൂടിങ്ങൾ സുഖമായിട്ട് ചെറുതായിട്ടൊന്ന് മയങ്ങി. അങ്ങനെ നമ്മളൊരു സാധനത്തിൽ കയറാൻ പോകണം ഗൈസ്. അത് ഞാനും അച്ഛനും അമ്മയും ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോകണത്. അങ്ങനെ അതിൽ കയറാൻ ഞങ്ങളിതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ സൺസെറ്റ് നോക്കിക്കേ ഗൈസ്. അങ്ങനെ അതിൻ്റെ കുറച്ച് സൺസെറ്റും നല്ല ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ വീഡിയോസ്, ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ക്യാമറയൊക്കെ സെറ്റാക്കി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഞാനും അമ്മയൊക്കെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു അതിൽ കയറാൻ വേണ്ടിയിട്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ആ റെഡ് കാണുന്ന ബ്ലോക്കാണ്. ഞങ്ങൾ ഈ ബ്ലോക്കിൽ ഇങ്ങനെ കുറച്ച് നീങ്ങി നിൽക്കുന്നുള്ളൂ, അല്ല വണ്ടി ശരിക്കും ഓടുന്ന പോലെ ഇല്ല ഗൈസ്. അപ്പോൾ അതെന്ത് കാര്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പാർട്ട് 4 ഉടനെ വരുന്നതായിരിക്കും. ഫൈനലി ഞങ്ങൾ അതിൽ എന്തിലായിരിക്കും കയറുന്ന എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ച് ഉടനെ വരുന്നതായിരിക്കും.